ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. വിസ്മൃതി ഒരു പാപമാണ്. ആ പാപത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടി ഈ തപസ്സുകാലത്തെ ഉപയോഗപ്പെടുത്തിയാൽ നന്ന്. ലിത്ത എന്ന ഒരു നദി യവന പാരമ്പര്യങ്ങളിലുണ്ട്. അതിലേക്ക് വഴുതിപ്പോയി കഴിയുമ്പോൾ മനുഷ്യരെല്ലാം മറന്നു പോകുന്നു. ചെറിയ പ്രാണൻ ഏതൊക്കെയോ വിസ്മൃതിയുടെ നദികളിൽ പെട്ടുപോകുന്നു. മറക്കരുതെന്ന് ആഗ്രഹമുണ്ടായിട്ടും മറക്കില്ലെന്ന് ശഠിച്ചിട്ടും അർണയുടെ ഓർമ്മകൾ മാത്രം നിലനിർത്തുന്ന ഈ പടപ്പിൽ നമ്മൾ പലതിനെയും വിട്ടുകളയുന്നു. ചിലപ്പോൾ ബോധപൂർവം, ചിലപ്പോൾ തീരെ അറിയാതെ. വിസ്മൃതി നിശ്ചയമായിട്ടും ഒരു സാമൂഹ്യ പാപം കൂടിയാണ്. മനുഷ്യരവരുടെ ആ ഭൂതകാലം, സംസ്കാരങ്ങൾ, അവരുടെ പാരമ്പര്യങ്ങളൊക്കെ മറന്നുപോയി. ലോകമെമ്പാടും വിഭാഗീയതയുടെ വർത്തമാനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഇടയ്ക്കൊക്കെ സൂചിപ്പിച്ചത് കണക്ക് സ്വന്തം ദേശത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ദേശങ്ങളുടെ, രാഷ്ട്രങ്ങളുടെയൊക്കെ പട്ടിക നിർണ്ണയിക്കുന്ന തിരക്കിലാണ് ദേശത്തിൻ്റെ ഭരണാധികാരികൾ പലയിടങ്ങളിലും. നമ്മുടെ ഭൂതകാലം മറന്നുപോയി. അങ്ങനെ കുറേ അധികം ദേശങ്ങൾക്ക് വിലക്കേൽപ്പിച്ച ആ ഒരു രാഷ്ട്രത്തെ എടുക്കുക. അവരെങ്ങനെയായിരുന്നു ആരംഭിച്ചത്, അവരെങ്ങനെയാണ് അലഞ്ഞ ദേശത്ത് എത്തിയെന്നൊക്കെ അവർ മറന്നുപോയതെന്താ? ഇപ്പോഴാവട്ടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കുറ്റങ്ങൾക്കും, നാട്ടിൽ നടക്കുന്ന എല്ലാ പാളിച്ചകൾക്കും നമ്മൾ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്യദേശ തൊഴിലാളികളെ. ആരും കുറ്റം ചെയ്യാൻ വേണ്ടി ദേശത്തേക്ക് വന്നതല്ല, അന്നം തേടിയ, അപ്പം തേടിയ. മനുഷ്യൻ പ്രവാസിയാകുന്നത് പിന്നെ കഠിനമായ ദാരിദ്ര്യവും കഠിനമായ നിസ്സഹായതയിൽ നിന്ന്. എന്നിട്ട് ഒരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ, അവർ കൂട്ടം കൂടി നടക്കുമ്പോൾ, അവർ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കടയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെന്ത് പരിഹാസത്തോടെയാണ് പലപ്പോഴും അവരെ നേരിടുക. മലയാളി അവൻ അലഞ്ഞു കടന്ന കാലം മറന്നുപോയോ? എത്രയോ ദേശങ്ങളിലെ ആദ്യമെത്തിയ അന്യ ദേശക്കാർ ഈ മണ്ണിൽ നിന്നുള്ളതല്ലേ. ഇപ്പോഴും വടക്കേ ഇന്ത്യയിലൊക്കെ ചില ഗ്രാമങ്ങൾ, വിശേഷം ഡൽഹിയുടെയൊക്കെ ആ ചില പ്രത്യേക പോക്കറ്റുകൾ ഈ കൈരുമുണ്ട് എടുത്ത് നടക്കുന്ന ആ മനുഷ്യ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നിശ്ചയമായിട്ട് നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് വന്ന് പെട്ടുപോയത് കണക്ക് തോന്നിക്കുന്ന നഗരവീഥികളുണ്ട്. ആരും ഒന്നും മറന്നുകൂടാ. ഭൂതകാലത്തെ മറക്കുന്നത് വലിയ പാപം. രണ്ട് തരത്തിൽ ഈ മറവി സംഭവിക്കാറുണ്ട്. ഒന്നിങ്ങനെ പ്രവേശിച്ച ഇടങ്ങളെ, ആരംഭിച്ച ഇടങ്ങളെ മറന്നു പോകുന്നു. രണ്ട് എത്തേണ്ട ഇടങ്ങളെ മറന്നു പോകുന്നു. രണ്ടായാലും ആ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട, പ്രതിരോധിക്കേണ്ട ഒരു മേഖലയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നത്, നീ എവിടെ നിന്ന് പതിച്ചു എന്ന് ഓർമ്മിക്കുക. എഫേസസിലെ സഭയോട് ആ ദൈവത്തിൻ്റെ ദൂതൻ വെച്ച് നീട്ടുന്ന ക്ഷണമോ ആരോപണമൊക്കെ അതാ. നീ എവിടെ നിന്ന് പതിച്ചെന്ന് ഓർമ്മിക്കുക. എവിടെ നിന്ന് പതിച്ചെന്ന് ഓർമ്മിക്കാൻ, എവിടെ നിന്ന് ആരംഭിച്ചെന്നൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി റിമംബർ എന്ന് പറയുന്ന ഒരു വാക്ക് ഈ ഒരു കാലത്തിൽ നന്നായിട്ട് മുഴങ്ങട്ടെ. മനുഷ്യൻ അവനെ തന്നെ മറന്നു പോകുന്ന കഥകൾ, അല്ലെങ്കിൽ അവൻ്റെ തന്നെ ഓർമ്മകളെ വിട്ടുകളയുന്ന, ചിലപ്പോൾ വിറ്റുകളയുന്ന കഥകൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. പ്രണയം എന്ന് പറയുന്നത് എന്തൊരു തീക്ഷ്ണമായ വികാരം. ഏറ്റവും പാഷനേറ്റായ ഒരു വികാരത്തിന് വിളിക്കേണ്ട വാക്കായിരിക്കും പ്രണയം. എന്നിട്ട് ആ പ്രണയം പോലും മനുഷ്യൻ മറന്നുപോയ കഥയുമൊക്കെ ആയിട്ടാണല്ലോ നമ്മുടെ ക്ലാസിക് സാഹിത്യം നിലനിൽക്കുന്നത്. ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് കരുതപ്പെടുന്ന അഭിജ്ഞാന ശാകുന്തളം മഹാഭാരതത്തെ ഒരു ഉപകഥയെ ആധാരമാക്കി സൃഷ്ടിച്ച കാളിദാസൻ്റെ ഒരു സർഗലോകമാണിത്, സർഗപ്രപഞ്ചമാണിത്. അത് മറവിയുടെ കഥയല്ലേ. അയാൾ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? ഒടുവിൽ അയാളുടെ ഓർമ്മയെ വീണ്ടെടുക്കാനായിട്ട് ആ ഒരു മുദ്രമോതിരം അവൾക്ക് ആവശ്യമായിട്ട് വരുന്നു. ചിലപ്പോൾ ചില അടയാളങ്ങളിലൂടെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നുണ്ടാവും. എന്നാൽ മിക്കവാറും അത്തരം അടയാളങ്ങൾ പോലും പലപ്പോഴും പാഴായി പോകുന്നുണ്ട്. അഭിജ്ഞാനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലും അടയാളമെന്ന്. ചില ഓർമ്മപ്പെടുത്തൽ കിട്ടുന്നുണ്ടാവും. ഗുരുനാനാക്കിനെക്കുറിച്ച് പറയുന്ന പാരമ്പര്യം കണക്കാണ്. ഒരു കടയിൽ എടുത്തു കൊടുക്കുന്ന ഒരു തൊഴിലായിരുന്നു ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടെന്ന്. പരിപ്പും ഗോതമ്പും ഒക്കെ ഇങ്ങനെ അളന്ന് കൊടുക്കുക. ഒരു ദിവസം എല്ലാം കുഴയുക. അയാൾക്ക് അളവുകൾ തെറ്റുകയാണ്. അയാളപ്പോൾ ആ അളവുകൾ ഒന്ന് കൃത്യമായിട്ട് ആദ്യം തൊട്ട് ഇങ്ങനെ പേത്താൻ പറഞ്ഞു തുടങ്ങിയാണ്. ഏക്ക് തൊട്ട് ബാരഖ് വരെ എണ്ണുന്നതിനകത്ത് കുഴപ്പമില്ല, 1 തൊട്ട് 12 വരെ. എന്നാൽ 13 തേരഹ്
എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾക്ക് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്ന കണക്ക് തോന്നി. അയാളുടെ മനസ്സിലേക്ക് ആ വാക്ക് നന്നായിട്ട് മുഴങ്ങി, തേരെ നിൻ്റെ. അയാൾ കുറേ കാലം ഒരു ദൈവിക ഉപാസനയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പിന്നെയാണ് അതിനെയൊക്കെ ബോധപൂർവം വിട്ട് കളഞ്ഞിട്ട് ഈ ഒരു പണിയിടത്തിൽ ആ പണിക്കാരനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അയാൾ വീണ്ടും ആ എണ്ണൽ ആരംഭിക്കുകയാണ്. എന്നിട്ടും ആ തേരഹ് എന്ന് പറഞ്ഞ വാക്കിനകത്ത് പിന്നെയും തടയുകയാണ്. തേരെ, ഞാൻ ആരുടേതാ? അപ്പോൾ അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു നിലവിളി ഉണ്ടായി. ഞാൻ ഈ ചെറിയ മനുഷ്യരുടേതല്ല, അന്തിക്കൂലിക്ക് വേണ്ടി അല്ലെങ്കിൽ അന്തിയിൽ എൻ്റെ കൈവെള്ളയിൽ വേതനം നീട്ടിത്തരുന്ന ഈ ചെറിയ ജന്മിയുടേതല്ല, നിൻ്റേതാ തേരെ. അങ്ങനെയാണ് ഒരു സാധാരണ തൊഴിലാളിയായി മാറാൻ ആഗ്രഹിച്ച നാനാക്ക് വീണ്ടും വിശുദ്ധ പദവിയിലേക്ക്, ആ പവിത്രമായ തൻ്റെ സങ്കല്പങ്ങളിലേക്ക് വീണ്ടും ഉണരുക, ഗുരുനാനാക്കായിട്ട് മാറുക എന്ന് പറയുന്ന ആ ഒരു പഴങ്കഥ കണക്ക്. നമ്മൾ എത്ര മറന്നു തുടങ്ങുമ്പോഴും എവിടെ നിന്നോ ചില ഓർമ്മപ്പെടുത്തൽ കിട്ടുന്നുണ്ട്. കാതോർത്ത് കഴിഞ്ഞെന്നാൽ, കണ്ണു തുറന്നിരുന്ന് കഴിഞ്ഞെന്നാൽ അത്തരം ഓർമ്മപ്പെടുത്തലുള്ള കഥ ചുറ്റിനും സംഭവിക്കുന്നുണ്ട്. അത് ബോധപൂർവ്വം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ നിശ്ചയമായിട്ടും സംഭവിക്കാൻ പോകുന്ന, പതിക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഒരാൾക്ക് മുക്തി ഉണ്ടാകുന്നു. പണ്ട് നഗരത്തിൽ ഇങ്ങനെ പഠിക്കാനായിട്ട് പോയ മകൻ വീട്ടിലേക്ക് കത്തെഴുതുന്ന കണക്കാണ്. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ ഇങ്ങനെ മനുഷ്യർ വലിയ തിമർപ്പിൽ ജീവിക്കുന്ന, വലിയ ആഘോഷങ്ങൾ ജീവിക്കുന്ന ഒരിടവാണ്. എനിക്കതിൻ്റെ ഭാഗമാവണമെന്നില്ല. എന്നിട്ടും പതുക്കെ പതുക്കെ എൻ്റെ കാല് വഴുന്നുണ്ട്. അടുത്ത പോസ്റ്റിൽ ഇയാൾക്ക് ഒരു ലക്കോട്ട കിട്ടുകയാണ്. അതിനകത്ത് പാടത്ത് പണി ചെയ്യുന്ന ഈ മനുഷ്യൻ്റെ ചിത്രമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ ചിത്രം നീ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുക. അയാൾ ആ ചിത്രം പൊരുവെയിലത്ത് തനിക്ക് തണലേകാൻ വേണ്ടി വെയിൽ കൊള്ളുന്ന ആ മനുഷ്യൻ്റെ ചിത്രം ഇങ്ങനെ ഭിത്തിയിൽ വെച്ചിട്ട് തൻ്റെ ആ ഒരു പ്രലോഭനകാലം അതിജീവിക്കുന്നതായിട്ടുള്ള ഒരു പഴങ്കഥ കണക്ക് തന്നെ. ചിലതിനൊക്കെ ഒന്ന് അവനവൻ്റെ ഓർമ്മയുടെ ഭിത്തിയിലേക്ക് ഒന്നുകൂടി പ്രതിഷ്ഠിക്കുക. ഈ കുരിശുരൂപം പോലും അങ്ങനെയല്ലേ കാണേണ്ടത്? നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് വഴുതി പോകുമ്പോൾ, നമ്മൾ ഓരോരോ ചെറിയ ചെറിയ കുറവുകളെക്കുറിച്ച് ഇത്രയും പരാതി പറയുമ്പോൾ ആ ഭിത്തിയിൽ നഗ്നനായി നിലവിളിച്ച് കടന്നു പോയവൻ്റെ രൂപം ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തായിരിക്കും ഓർമ്മിപ്പിക്കുന്നത്? അപ്പോൾ എല്ലാ തരത്തിലുള്ള ഓർമ്മകളെയും ആത്മീയ സാധനമായിട്ട് കണ്ടിച്ചാൽ നല്ലതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരുന്നു യഹൂദർക്ക് ഡെയിലി കഥകൾ പറയുക എന്ന് പറഞ്ഞ വിചാരം ഉണ്ടായത്. ഒരു കഥ പറഞ്ഞു തുടങ്ങുന്ന ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ പൂർവികർ അലഞ്ഞു കിടന്നിരുന്ന മനുഷ്യരായിരുന്നു. ഈ കഥ പറഞ്ഞിട്ടാണ് അവരവരുടെ മിക്കവാറും ആഘോഷങ്ങൾ ആരംഭിക്കുക. എല്ലാ കഥകളും ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്ക് ഇത്തരം കാലങ്ങളിൽ ഒരുപക്ഷെ സങ്കടത്തോടെ ധ്യാനിക്കാവുന്ന ഒരു കഥാപാത്രം വേദപുസ്തകത്തിലെ ശിമയോനാണ്. ശിമയോനെക്കുറിച്ച് യേശു പറയുന്നത് ഇങ്ങനെയാണ്: ശിമയോനെ, ഈ രാത്രിയിൽ സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റത്ത് കണക്ക് പാറ്റും. നിനക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ഏതോ ശക്തിയിൽ, ഇങ്ങനെ ഏതോ വീശുമുറത്തിൽ ആരോ പാറ്റുന്നുണ്ട്. എന്നിട്ടും അപൂർവം ചിലർ മാത്രമാണ് ഈ അകക്കാമ്പുള്ളവർ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കാറ്റത്തെ പതിര് കണക്ക് പറന്നു പോകുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ മനുഷ്യനെ കതിരാക്കുന്നതും പതിരാക്കുന്നതും അവൻ്റെ ഉള്ളിലെ ആ കാമ്പെന്ന് പറയുന്ന അനുഭവമാണ്. ഓർമ്മകളാണ് ഏറ്റവും നല്ല കാമ്പ്. നിങ്ങളുടെ ജീവിതത്തെ ഒരു കതിരനുഭവമായിട്ട്, കനമുള്ള അനുഭവമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മകളെ നിശ്ചയമായിട്ട് നിലനിർത്തിയേ പറ്റൂ. ഓർമ്മകളെ വിട്ടുകളയാതെ സൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. എന്തിനായിരുന്നു കുർബാന എന്ന് പറയുന്നൊരു കാര്യം പോലും ആരംഭിച്ചത്? ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ നമ്മൾ ഏർപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ആ ഓർമ്മകളെ സജീവമായിട്ട് നിലനിർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദിവസങ്ങളിൽ ഹൃദയഭാരത്തോടു കൂടിയാണ് നമ്മൾ ശിമയോൻ്റെ ദുര്യോഗം വായിച്ച് കേൾക്കുക. ഒരു കോഴി കൂവുന്ന ഇടവേളയിൽ അയാൾ മറന്നു പോവുകയാണ്. എങ്ങനെ അയാൾ ആ അകത്തളത്തിൽ പ്രവേശിച്ചു? എന്നിട്ട് തീ കായുകയാണ്. ആ തീ കായുന്ന അയാളുടെ അടുക്കലേക്ക് ആരോ ചോദിക്കുന്നുണ്ട്, നീ ആ നസ്രായൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നീ ആ ഗലീലക്കാരനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ മനുഷ്യനിങ്ങനെ മൂന്നാവർത്തി ഇല്ല ഇല്ല ഇല്ല. ഒരുപക്ഷെ അയാൾ മറന്നുപോയതാണെന്ന് പോലും വേണമെങ്കിൽ ഇത്തിരി കാവ്യാത്മകമായിട്ട് വേദപുസ്തകം സമീപിക്കുന്ന ഒരാൾക്ക് തോന്നിയിരിക്കാം. മറന്നുപോയതായിരിക്കാം. നേരത്തെ പറഞ്ഞ കണക്ക് മുദ്രമോതിരം കളഞ്ഞു പോയ ദുഷ്യന്തം മറന്നുപോയത് കണക്ക്. സ്വയം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണെന്നില്ല. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ചില സ്വഭാവ രീതികളുടെ
ഒരു സാക്ഷ്യം എന്ന നിലയിൽ വേണമെങ്കിലും അതിനെടുക്കാവുന്ന ചെറിയ ആ കൗതുകങ്ങളുടെ തീകായലിൽപ്പെട്ടിട്ട് മനുഷ്യരവരുടെ വലിയ ഓർമ്മകളെ വിട്ട് കളയുന്നു. പഴയ നിയമത്തിൽ ഏസാവിൻ്റെ കഥയുടെയൊക്കെ ഒരു മുഴക്കം ഈ കഥയ്ക്കകത്തും നമുക്ക് കേൾക്കാവുന്നതാണ്. ഇങ്ങനെ പകൽ മുഴുവൻ പാടത്ത് പണി ചെയ്തിട്ട് അയാൾ അന്തിയിൽ വരികയാണ്. അന്തിയിൽ വരുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിശന്നിട്ടുണ്ട്. അയാളുടെ മുമ്പിൽ അനുജൻ ഒരു കോപ്പ പായസവുമായിട്ട് നിൽക്കുക. അയാൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് പായസം താ. അപ്പോൾ ഈ കൗശലക്കാരനായ അനുജൻ ജ്യേഷ്ഠനോട് പറയുകയാണ്, ഞാൻ നിനക്ക് തരാം, പക്ഷെ പകരം നിൻ്റെ ജന്മാവകാശം എനിക്ക് തരണം. ഒരു കോപ്പ പായസത്തിന് മുമ്പിൽ എന്ത് ജന്മാവകാശം? ആ ഒരു കോപ്പ പായസത്തിന് മുമ്പിൽ അത് തൻ്റെ ജന്മാവകാശത്തെ മറന്നു പോവുക. അപ്പോൾ ഏസാവ് പായസക്കോപ്പിന് മുമ്പിൽ ജന്മാവകാശം മറന്നു പോയതുപോലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഓഹരി എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിനോളം വലിയൊരു ഓഹരിയില്ല. എൻ്റെ ഒരേ ഒരു ഓഹരി, ആ ഒരേ ഒരു ഓഹരി എന്ന് തിരിച്ചറിയുന്ന ആ മനുഷ്യനെ മറന്നു പോകുന്ന പത്രോസ് ഒക്കെ ആരുടെയും സാധ്യതകളാണ്, ആരിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. വേദപുസ്തകം വായിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രവും നമുക്ക് പുറത്തല്ല, നമ്മുടെ തന്നെ ചായ്വുകളാണ്, നമ്മുടെ തന്നെ സാധ്യതകളാണ്. എന്നിട്ടോ എങ്ങനെയാണ് ഈ ശിമയോനെ യേശു വീണ്ടെടുക്കാൻ പോകുന്നത്? അതിനു മുമ്പ് അയാളുടെ പാളിച്ചകളുടെ ഒരു കാരണം കൂടി ഒന്ന് വേഗത്തിൽ കണ്ടാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഒരു 4 ചുവടായിട്ട് വേണമെങ്കിൽ അയാളുടെ ഈ ഡിസെൻഡിങ് പ്രോസസ്സ്, പാവത്തെക്കുറിച്ച് നിർവചനം പോലെ അതാണ്, സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്സ്, താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയാണ്. ഒന്ന് അയാളുടെ ഒരു വല്ലാത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ ഇപ്പോൾ സംഭവമുണ്ട്. അയാൾക്ക് തൻ്റെ കരുത്തിന് മീതെ വലിയ മതിപ്പാണ്. ആ ഒരു മതിപ്പിലാണ് ഈ മനുഷ്യൻ ഒരുപക്ഷെ ഒരു ചുവടെങ്കിലും ചുവട് കടലിന് മീതെ നടക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് പോയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ വലിയ വാക്കുകൾ പറയുന്നത്. യേശു കൃത്യമായിട്ട് ആ വാക്കിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മറന്നു പോകുന്ന പറയുക. പലപ്പോഴും നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ വല്ലാത്ത വിശ്വാസം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വലിയ ബലമാണ്. ഓർമ്മയെന്ന് പറയുന്നത് വെറുതെ കരുണയാണ്. പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും അറിയാം, അവൻ പഠിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അവൻ മറന്നു പോകുന്നു. അപ്പോൾ അവൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമല്ല, ഓർമ്മ എങ്ങനെയോ നിങ്ങളിൽ ഈ പരാശക്തിയോ പ്രപഞ്ചമോ നിങ്ങൾക്ക് നൽകിയ വലിയ കരുണയുടെ പേരാണ്. എന്തെങ്കിലുമൊക്കെ ഈ ഓർമ്മ കൈവിട്ട് പോകുമ്പോൾ നമുക്കറിയാം, അത്തരമൊരു രോഗം ഇപ്പോൾ പതുക്കെ നമുക്കിടയിൽ അത്ര അപൂർവമൊന്നുമല്ല. പെട്ടെന്നൊരു ദിവസം ഒരാൾ അയാളുടെ പേര് പോലും മറന്നു പോകുന്നു. ഏതോ മഹാകാരുണ്യം കൊണ്ട് ചില ഓർമ്മകൾ കൊണ്ട് നടക്കുന്ന മാത്രം ഓർത്താൽ മതി, അവനവൻ്റെ ബലമല്ല. അതുകൊണ്ടാണ് സ്വന്തം ബലത്തെ ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ വിട്ടുകളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആ ശിമയോനോട് യേശു എന്ത് സൗഹൃദത്തോടെയാണ് പറയുന്നത്. ഇതൊരു സാധ്യതയാണ്. അതിനകത്ത് നിങ്ങൾ ആ ഒരു ടോൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അതിനകത്ത് ശിമയോനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ലാങ്ങും ഇല്ല, ഒരു ചായ്വും ഇല്ല, ഒരു കൃത്യമായ റിയാലിറ്റിയാണ്. അവനവൻ്റെ ബലത്തിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളെന്നൊക്കെ ജീവിതത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ കൈപ്പിഴ. പിന്നീട് നമ്മൾ വായിച്ചു കേൾക്കുന്നു, ഈ മനുഷ്യൻ്റെ ഒരു ശ്രദ്ധയും ജാഗ്രതയും പോയി. യേശു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 3 പേരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പറയുന്നുണ്ട്, ഈ രാവിലെ എന്നോടൊപ്പം ഉണർന്നിന്ന് പ്രാർത്ഥിക്കുക. കേൾക്കുമ്പോൾ ഒരു പഴഞ്ചൻ വിചാരമായിട്ട് തോന്നും. പക്ഷേ ലോകത്തെവിടെയൊക്കെ മനുഷ്യർ പാളിയിട്ടുണ്ടോ അവരുടെയൊക്കെ എല്ലാ പാളിച്ചകൾക്കും മുമ്പിലായിട്ട് അവരുടെ ഉണർവിൻ്റെയും ശ്രദ്ധയുടെയും ജാഗ്രതയുടെയും ഒക്കെ ഒരു പ്രാർത്ഥനയുടെ ഒറ്റവാക്കിൽ ആ പ്രാർത്ഥന എന്ന് പറയുന്ന ഒന്നിൻ്റെ അഭാവമുണ്ടായിരുന്നു. അതിലുള്ള നേരവോ അതിലുള്ള സാവകാശമൊക്കെ കണ്ടെത്താതെ പോയി തുടങ്ങുമ്പോൾ അറിഞ്ഞുകൊള്ളുക ഇങ്ങനെ പതുക്കെ മനുഷ്യൻ വഴുതി പോവുകയാണ്. ആ രാത്രിയിൽ ശിമയോൻ ഇങ്ങനെ കുനിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുക. ഇപ്പുറത്ത് ഗുരു ഉണർവില്ല. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾക്ക് അത് സംഭവിക്കുന്ന കൈപ്പിഴ, വിശേഷിച്ചും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാനൊക്കെ നിശ്ചയിച്ച് പുറപ്പെട്ടവർക്ക് സംഭവിക്കുന്ന അത്തരം പാളിച്ചകൾ അവരെ കൊണ്ടുപോയി എത്തിക്കുന്നത് എവിടെയൊക്കെയാണെന്നതിനെക്കുറിച്ച് നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ പോലും ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ട് അടുത്ത ചുവട് സംഭവിക്കുന്നു. വളരെ സങ്കടമുള്ളൊരു വാക്ക് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്, ശിമയോൻ ദൂരത്ത് നിന്ന് യേശുവിനെ അനുഗമിച്ചു. ഈ ഒരു നോയമ്പ് കാലത്ത് അവനവനെ തന്നെ പരിശോധിക്കുമ്പോൾ ചോദിക്കാവുന്ന ഒരു ആദ്യ ചോദ്യം ഇതാണ്, നീ ആ മരപ്പണിക്കാരനെ അനുഗമിക്കുന്നത് അടുത്ത് നിന്നാണോ അകലെ നിന്നാണോ? ഞാനുൾപ്പെടെ എനിക്ക് തോന്നുന്നു മിക്കവാറും പേരിങ്ങനെ ദൂരത്ത് നിന്നാണ് അവൻ അനുഗമിക്കുന്നത്. ഏതോ ഒരു കാഴ്ചയിലുണ്ട്,
ദൃഷ്ടിയിലുണ്ട്. പക്ഷേ പ്രശ്നമുണ്ട്. വഴി ഇങ്ങനെ നേരെ ഋജുവായിരിക്കുമ്പോൾ ഈ ദൂരത്ത് നിന്നൊരാളെ നമുക്ക് നിശ്ചയമായിട്ട് അനുഗമിക്കാം. എന്നാൽ ജീവിതം എപ്പോഴും ഇങ്ങനെ ഹൈവേ കണക്ക്, NH കണക്ക്, കൃത്യമായ വിശാലമായ നേരെയുള്ള പാതയൊന്നുമല്ല. നിറയെ വളവും തിരിവുകളാണ്. പിരിയങ്കോണി കണക്കാണ്. ഓരോ സെക്കൻഡ് ഓരോ വളവുണ്ട്. ഈ വളവിൽ വരുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ സന്ധികളിൽ വരുമ്പോഴാണ് നമുക്ക് അവൻ്റെ കാഴ്ച മറഞ്ഞു പോകുന്നത്. അപ്പോൾ അവൻ്റെ കാഴ്ചയോ അവൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ നമ്മളെ മോണിറ്റർ ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നിലപാടുകളെ കുലീനമാക്കുകയോ നമ്മുടെ ജീവിതത്തെ മഹിമയുള്ളതാക്കുകയോ മാറ്റുന്നില്ല. അപ്പോൾ അയാൾ അടുത്തനുഗമിക്കേണ്ട അയാൾ എന്തിനാണ് ഈ 12 പേരെ തിരഞ്ഞെടുക്കുന്ന വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്, തന്നോടൊപ്പം ആയിരിക്കാനും തനിക്ക് വേണ്ടി ആയിരിക്കാനും. ഇപ്പോൾ അയാൾ അവനോടൊപ്പവുമല്ല അവന് വേണ്ടിയുമല്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഇയാൾ എത്തിച്ചേരുന്നൊരിടം യേശുവിനോടൊപ്പം ആയിരിക്കേണ്ട, ആ യേശു റെപ്രസെൻ്റ് ചെയ്യുന്ന മൂല്യങ്ങളോടൊപ്പം ആയിരിക്കേണ്ട ആ മനുഷ്യർ കൊച്ചുവർത്താനങ്ങളിലേക്ക് വഴുതി പോവുകയാണ്. ഒരു നിരുപദ്രവമായൊരു കൃത്യമായിട്ട് ഈ തീകായലിനെ കരുതിക്കൂടാ. മനുഷ്യർ ഇങ്ങനെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറി പുറം ലോകത്തെക്കുറിച്ച് യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ, സെൻസിറ്റിവിറ്റി ഇല്ലാതെയൊക്കെ എങ്ങനെ പാർക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ നെരിപ്പോട്. പുറത്ത് ഗുരു വലിച്ചിഴക്കപ്പെട്ടു പോകുമ്പോൾ ഈ മനുഷ്യൻ ആ ചെറിയ ചൂടിൻ്റെ കൗതുകങ്ങളിൽ പെട്ടു പോവുകയാണ്. നിശ്ചയമായിട്ടും അയാൾക്ക് പാളേണ്ട നേരമായി. അയാൾ അങ്ങനെയാണത് ആവർത്തിക്കുന്നത്, എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല. യേശു വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ദൂരത്തുനിന്ന് ഒരു കോഴി കൂവി. ഈ കോഴി കൂവുന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ചില പഠനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഭടന്മാർ അവർ ഉത്തരവാദിത്വം മാറുന്ന, അവർ നമ്മുടെ ഭാഷയിൽ ഷിഫ്റ്റ് മാറുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന ഒരടയാളത്തിനും ആ കാലത്ത് ആ ദേശത്ത് വിളിച്ചിരുന്ന വാക്ക് ഇങ്ങനെ കോഴി കൂവുക എന്നുള്ള മറ്റൊരു യാമത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ കോഴി തന്നെയാവാം, പക്ഷെ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. കുറച്ച് അശുദ്ധിയുള്ള ഒരു പക്ഷിയായിട്ടാണ് കോഴിയെ കരുതുന്നത്. ഈ കാര്യങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത് ഇങ്ങനെ ജെറൂസലേമിലാണ്. സ്വാഭാവികമായിട്ട് ഒരു കോഴി പാർക്കാൻ പറ്റുന്ന ഒരിടമോ സ്ഥലമോ അല്ലെന്നാണ് പറയുക. എന്തോ ആവട്ടെ, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ, കാര്യമായ വ്യത്യാസം അത് വെച്ച് നീട്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങളുമായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മനസാക്ഷിയുടെ ശബ്ദമാണ്. എവിടെ നിന്നോ ഒരു കോഴി കൂവി. അപ്പോൾ അയാൾ എല്ലാം ഓർമ്മിപ്പിച്ചു. മറന്നു പോകുന്ന, ഒരുപക്ഷെ മറന്നു കളയുന്ന മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തൽ മതി. ചെറിയ ചെറിയ സൗഹൃദങ്ങളുടെ വിളി മതി. ചെറിയ ചെറിയ സ്പർശങ്ങൾ മതി. ഇങ്ങനെ ഒരിക്കൽ മരിച്ചുപോയ, ഹൈബർനേറ്റ് ചെയ്തെന്ന് കരുതപ്പെടുന്ന എല്ലാ ഓർമ്മകളും വീണ്ടെടുക്കപ്പെടും. എല്ലാ ഓർമ്മകളും അതിൻ്റെ ശൈത്യനിദ്ര വിട്ട് വീണ്ടും ജീവനിലേക്ക് വരും. പിന്നെ വലിയൊരു അഭയമുള്ളത് അവൻ്റെ നോട്ടം. ആ നോട്ടത്തിന് അഭിമുഖീകരിക്കാനാവാതെ ഈ മനുഷ്യൻ വാവിട്ട് കരഞ്ഞതായിട്ട് വേദപുസ്തകം പറയുന്നു. ആ നോട്ടത്തിനകത്ത് കുറ്റപ്പെടുത്തലുണ്ടാവില്ല. കുറ്റപ്പെടുത്തലുള്ള ഒരു നോട്ടവും നിങ്ങൾ അനുതാപം ഉണ്ടാക്കുന്നില്ല. അത് നിങ്ങളിൽ കൂടുതൽ രോഷമോ അല്ലെങ്കിൽ കൂടുതൽ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. കുറ്റപ്പെടുത്തൽ ആരെയും സഹായിക്കുന്നില്ല. പക്ഷേ കരുണയുള്ളൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിന് മുമ്പിൽ നിങ്ങൾ വാവിട്ട് കരഞ്ഞെന്നിരിക്കും. സ്വന്തം കൂട്ടുകാരിയോട് അവിശ്വസ്തത കാണിച്ച ഒരു പുരുഷൻ പറയുന്ന കണക്കാണ് ആ നോട്ടം. അവളൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛാ, എന്നിട്ടും അവൾ എന്നെ ഇങ്ങനെ സ്നേഹപുരസ്സരം നോക്കുമ്പോൾ എനിക്ക് അറിയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. അവധിക്ക് മറുനാട്ടിൽ നിന്നും എത്തിയ ഒരു ചെറുപ്പക്കാരിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ അയാൾ തൻ്റെ കൂട്ടുകാർക്ക് വെച്ച് വിളമ്പുന്നത് ഇങ്ങനെ പൊന്നിൻ്റെ വിലയുള്ള കള്ള, അത്രയും വില കൂടിയ കല്ല. അതെന്ന് പറഞ്ഞാണ് ഈ ഒരു അത്താഴ വിരുന്നിൻ്റെ പൊലിമ, അതില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ പൊലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വെറുതെ ആ വഴിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇവർക്ക് ഓരോരോ കാര്യങ്ങൾ വെച്ച് വിളമ്പുന്ന ആ പാവം സ്ത്രീ, കൂനിപ്പിടിച്ച സ്ത്രീ ഒന്ന് നോക്കിയ, അത് കുറ്റപ്പെടുത്തലൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ആ നോട്ടത്തിൽ ആ ചെറുപ്പക്കാരന് മനസ്സിലാകുന്നു, ഒരുപക്ഷെ താൻ ഈ ഒരു അത്താഴ വിരുന്നിന് വേണ്ടി ചെലവഴിക്കുന്ന പണമുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട സ്ത്രീയും അവളുടെ പുരുഷനും എന്തെങ്കിലുമൊക്കെ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളും ഒരുപക്ഷെ ഒരു മാസം മീൻകറിയും കൂട്ടി ചോറ് കഴിച്ചിരിക്കും. മനുഷ്യരുടെ നോട്ടങ്ങൾ, കുറ്റപ്പെടുത്താത്ത നോട്ടങ്ങൾ, വീണ്ടെടുക്കുന്ന നോട്ടങ്ങളാണ്. ആ വീണ്ടെടുക്കുന്ന നോട്ടം താങ്ങാനാവാതെ അയാൾ വാവിട്ട് കരഞ്ഞു.
പാരമ്പര്യം പറയുന്നത് കരഞ്ഞ് 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 അയാൾക്ക് 2 ചാലുകളുണ്ടായെന്നാണ് പറയുന്നത്. എവിടെ കോഴി കൂവുന്ന ശബ്ദം കേൾക്കുമ്പോഴും അയാൾ വാവിട്ട് കരയും. റിമെമ്പർ. ഈ റിമെമ്പർ എന്ന് പറഞ്ഞ വാക്കിനകത്തു നിന്നാണ് എല്ലാ റിപ്പൻറ്റൻസും ആരംഭിക്കുന്നത്. അതിന് ഈ കാലം നിങ്ങളെയും സഹായിക്കട്ടെ. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം.